നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അമേരിക്കൻ സൈനിക കപ്പലുകളിൽ തീൻമേശയിലെ മെനു മാറിയപ്പോൾ നെഞ്ചിടിച്ചത് ഖമനേയിയുടെ. തന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുകയാണ് അമേരിക്ക എന്ന് ഖമനേയിക്ക് അറിയാം. സാധാരണ ഭക്ഷണത്തിന് പകരം മേശപ്പുറത്ത് വില കൂടിയ സ്റ്റേക്കും കൊഞ്ചുമാണ് നിരന്നത്. ഇതൊരു ആഘോഷമല്ല, മറിച്ചൊരു മുന്നറിയിപ്പാണ്. കാരണം പണ്ട് വിയറ്റ്നാം യുദ്ധകാലത്തും ഇറാഖ് അധിനിവേശ സമയത്തും US സൈനികർക്ക് ഇതേപോലെ ലോബ്സ്റ്റർ വിരുന്നുകൾ നൽകിയിരുന്നു. അതിന് പിന്നാലെ വലിയ സൈനിക നീക്കങ്ങളും നടന്നു. ഇപ്പോൾ വീണ്ടും US സൈനികർക്ക് ലോബ്സ്റ്റർ വിരുന്നു നൽകുമ്പോൾ ലക്ഷ്യം ഖമനേയി തന്നെ എന്ന് വ്യക്തം. US പ്ലേറ്റിൽ ലോബ്സ്റ്റർ വന്നാൽ ഉടൻ തന്നെ തോക്കിൽ ബുള്ളറ്റുകൾ നിറയുമെന്ന ചുരുക്കം. വലിയൊരു യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് സൈനികർക്ക് നൽകുന്ന രാജകീയ വിരുന്ന്. ഇതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. മാരകമായ യുദ്ധത്തിലേക്ക് പോകുന്നവർക്ക് രാജ്യം നൽകുന്ന സ്നേഹവും ആദരവുമാണ് ഇത്. നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് എന്ന സന്ദേശം. നല്ല ഭക്ഷണം മനസ്സിന് സന്തോഷം നൽകും. മരണത്തെ മുഖാമുഖം കാണാൻ പോകുന്നവന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഈ വിരുന്ന് സഹായിക്കുന്നു. ഞങ്ങൾ ആഘോഷപൂർവ്വം വരികയാണ് എന്ന് ശത്രുരാജ്യങ്ങളെ അറിയിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് കൂടിയാണ് ഇത്. ഫെബ്രുവരി 21 ചില അക്കൗണ്ടുകൾ സ്റ്റേക്ക്, പൈ, ക്രാബ് ലെഗ്സ്, ലോബ്സ്റ്റർ എന്നിവ ഉൾപ്പെട്ട മെനു ഫെഡറൽ സൈനികർക്ക് നൽകി എന്ന് പരാമർശിച്ചതോടെയാണ് ഊഹാപോഹ കഥകൾ വ്യാപകമായത്. ഇറാൻ പോലെയുള്ള രാജ്യങ്ങളുമായി തർക്കം നിൽക്കുമ്പോൾ ഇത്തരം വിരുന്നുകൾ വാർത്തയാകുന്നത് വെറുതെയല്ല. ആയത്തുള്ള അലി ഖമേനിക്കും ഇറാൻ സൈന്യത്തിനും ഇത് നൽകുന്ന സൂചനകൾ നല്ലതല്ല. യുദ്ധം തുടങ്ങും മുൻപേ ശത്രുവിന്റെ മുന്നിൽ ഭയം നിറയ്ക്കാൻ ഇതിന് കഴിയും. അവർ കഴിക്കുന്നത് ലോബ്സ്റ്ററാണ്, പക്ഷേ ലക്ഷ്യം നമ്മളാണ് എന്ന തോന്നൽ ശത്രുപാളയത്തിൽ പരക്കും. സാധാരണ ഭക്ഷണം മാറി ആഡംബര വിഭവങ്ങൾ വരുന്നത് US സൈന്യം അറ്റാക്ക് മോഡിൽ ആണെന്നതിന്റെ തെളിവാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങൾ മാത്രമല്ല, സൈനികർക്ക് എന്തു നൽകാനും അമേരിക്ക തയ്യാറാണെന്നത് ഒരു പവർ ഷോ കൂടിയാണ്. ഇതിനൊപ്പം തന്നെ ഇറാനിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ഫോണുകളിലേക്ക് അജ്ഞാത SMS എത്തിയിരിക്കുകയാണ്. പേർഷ്യൻ ഭാഷയിലുള്ള സന്ദേശത്തിൽ US പ്രസിഡന്റ് പറയുന്നത് ചെയ്യുന്നയാളാണ്, കാത്തിരുന്നു കാണൂ എന്നായിരുന്നു എഴുതിയിരുന്നത്. യുദ്ധഭീഷണിയിലൂടെ ജനങ്ങളെ ആശങ്കയിലാക്കാനും ആണവ ചർച്ചയിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുമുള്ള അമേരിക്കൻ തന്ത്രമാണിതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നിയന്ത്രിതമായ സൈനിക ആക്രമണം ഇറാനെതിരെ ഉണ്ടായേക്കും എന്നു തന്നെയാണ് ട്രംപിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം. എന്നാൽ അമേരിക്കയുടെ സൈനിക സന്നാഹം കണ്ട് ഇറാൻ ഭയക്കുമെന്ന് കരുതേണ്ട എന്നും യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നു തന്നെയാണ് നിലപാടെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറയുന്നു. ആണവ പദ്ധതി പൂർണ്ണമായും രാജ്യത്തിന്റെ വികസന പദ്ധതികൾക്കാണ് എന്നും ആയുധ നിർമ്മാണത്തിന് അല്ലെന്നുമാണ് ഇറാൻ പറയുന്നത്. എന്നാൽ ഈ നിലപാട് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. ആണവ ചർച്ചയ്ക്ക് പുറമെ ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ചും സായുധ ഗറില്ല സംഘങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനെ കുറിച്ചുകൂടി സംസാരിക്കാൻ ഇറാൻ തയ്യാറാകണമെന്നും US ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന് സാധ്യമല്ലെന്ന മറുപടിയാണ് ഇറാൻ ആവർത്തിക്കുന്നത്. 10 പരമാവധി 15 ദിവസമോ ഇറാന് നൽകാമെന്നും അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നുമാണ് ട്രംപ് നേരത്തെ ഭീഷണി മുഴക്കിയത്. വ്യാഴാഴ്ച നിശ്ചയിച്ചിരിക്കുന്ന 3ാം വട്ട ചർച്ചയെക്കുറിച്ച് ഒമാനും ഇറാനും സ്ഥിരീകരിച്ചുവെങ്കിലും US പ്രതികരിച്ചിട്ടില്ല. ഇതേസമയം അമേരിക്കൻ നാവികസേനയുടെ കരുത്തായ USS എബ്രഹാം ലിങ്കൺ, USS ജെറാൾഡ് ആർ ഫോർഡ് എന്നീ വിമാനവാഹിനികൾ ഇറാൻ തീരത്തിന് സമീപം നിലയുറപ്പിച്ച പശ്ചാത്തലത്തിൽ ശക്തമായ മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്ത് വന്നിരിക്കുകയാണ്. വിമാനവാഹിനി കപ്പലുകൾ അപകടകാരികളാണ്, എന്നാൽ അവയെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മുക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ അതിലും അപകടകാരികളാണ് എന്നായിരുന്നു ഫെബ്രുവരി 17 നടത്തിയ പ്രസംഗത്തിൽ ഖമേനിയുടെ പ്രഖ്യാപനം. ആയുധത്തിന്റെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയില്ലെങ്കിലും ഹോർമൂസ് കടലിടുക്കിൽ മേധാവിത്വം സ്ഥാപിക്കാനുള്ള ഇറാന്റെ പ്രഹരശേഷിയെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണ് ഇത്. ഖമേനി സൂചിപ്പിച്ച ആയുധങ്ങളിൽ പ്രധാനമായി കരുതപ്പെടുന്നത് ഇറാന്റെ പക്കലുള്ള അത്യാധുനിക ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകളാണ്. ശബ്ദത്തേക്കാൾ 13 മുതൽ 15 മടങ്ങ് വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഫത്ത 1 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ രൂപകൽപ്പന ചെയ്തതാണ്. ഇതിന്റെ പരിഷ്കരിച്ച പതിപ്പായ ഫത്ത 2 കൂടുതൽ സങ്കീർണമായ പാതയിലൂടെ സഞ്ചരിച്ച് ശത്രു കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ളതാണെന്ന് സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നു. 2024 ഒക്ടോബറിൽ ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇത്തരം മിസൈലുകൾ ഇറാൻ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് പുറമെ നൂർ, ഖാദർ, അബു മഹ്ദി തുടങ്ങിയ 1000-ലധികം കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലുകളും ഇറാന്റെ ആയുധ ശേഖരത്തിൽ ഉണ്ട്. 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അബു മഹ്ദി മിസൈലുകൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് വലിയ ഭീഷണിയൊരുക്കുന്നു.
കൂടാതെ സമുദ്രത്തിനടിയിലൂടെയുള്ള മൈനുകളും ടോർപിഡോകളും ഇറാൻ പ്രതിരോധത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ അമേരിക്കൻ നാവികസേനയുടെ മിസൈൽ പ്രതിരോധ കവചങ്ങളെ ഭേദിക്കാൻ ഇറാന്റെ ഈ ആയുധങ്ങൾക്കാകുമോ എന്ന കാര്യത്തിൽ ചർച്ചകൾ സജീവമാണെങ്കിലും ഖമേനിയുടെ വാക്കുകൾ മേഖലയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മലയാളി വാർത്ത പ്ലസ്. Malayali Warta Plus. Like, share and subscribe.